പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയ്ക്ക് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ലംഘിക്കുന്നുവെന്ന് കാട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരിക്കുകയാണ് കോൺഗ്രസ്. ബാരിക്കേഡുകളിലടക്കം പൊതുസ്ഥലത്ത് BJP കൊടികൾ കെട്ടിയെന്ന് പരാതിയിൽ പറയുന്നു. അമ്പലങ്ങളുടെയും പള്ളികളുടെയും ചിത്രങ്ങളും പ്രചാരണ പരിപാടിക്ക് ഉപയോഗിക്കുന്നുവെന്നും കോൺഗ്രസ്. വിവരങ്ങളുമായി ലെവിൻ കെ വിജയൻ ചേരുന്നു. വിവരങ്ങളുമായി ലെവിനെ, എന്തൊക്കെയാണ് ഈ കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്ന ചട്ടലംഘനങ്ങൾ? അതിൽ അമ്പലങ്ങളുടെയും പള്ളികളുടെയൊക്കെ ചിത്രങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ? ശ്യാമിലി, തൃശൂരിൽ റോഡ് ഷോ അല്പസമയത്തിനകം ആരംഭിക്കും. പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടി വൈകിട്ട് 4 മണിയോടുകൂടിയാണ് നടക്കുന്നത്. ഇതിൽ തൃശൂർ സ്വരാജ് റൗണ്ടിലാണ് ബാരിക്കേഡുകൾ സ്ഥാപിച്ച് പൊതുജനങ്ങൾക്ക് നിൽക്കാനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. ഈ ബാരിക്കേഡുകളിൽ BJPയുടെ പതാക സ്ഥാപിച്ചിരിക്കുന്നു. ഇത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ട ലംഘനമാണ് എന്നുള്ളതാണ് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ആരോപണം. സർക്കാർ ചെലവിൽ സ്ഥാപിച്ചിരിക്കുന്ന ഈ ബാരിക്കേഡുകളിൽ പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി BJPയുടെ കൊടി കെട്ടുന്നത് പെരുമാറ്റച്ചട്ട ലംഘനമാണ്. അതോടൊപ്പം തന്നെ തൃശൂർ കോർപ്പറേഷന് കീഴിലെ ബിനി ഹെറിറ്റേജ് ഹോമിൽ അവിടെ സ്ഥാപിച്ചിരിക്കുന്ന LED വാളിൽ നരേന്ദ്രമോദി തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിന് മുന്നിൽ നിൽക്കുന്ന തരത്തിലൊരു ചിത്രം കൂടി കാണിച്ചു. മറ്റ് സ്ഥലങ്ങളിൽ ക്രൈസ്തവ ദേവാലയങ്ങളുടെ പശ്ചാത്തലത്തിൽ നിൽക്കുന്ന ചിത്രവും കൂടി കാണിച്ചിട്ടുണ്ട്. ഇതെല്ലാം തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ട ലംഘനമാണ് എന്നുള്ളതാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. ഇവർ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ജില്ലാ കളക്ടർക്ക് പരാതിയും നൽകിയിട്ടുണ്ട്. രേഖാമൂലം പരാതി നൽകിയത് കോൺഗ്രസിന്റെ തൃശൂർ നഗരസഭാ കൗൺസിലറാണ്. എന്നാൽ ഈ ആരോപണങ്ങളോട് പ്രതികരിക്കാൻ BJP നേതാക്കൾ തയ്യാറായിട്ടില്ല. BJP അവരുടെ സ്വന്തം ചെലവിലാണ് ഇത്തരത്തിൽ ബാരിക്കേഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് BJP നേതാക്കൾ അനൌദ്യോഗികമായി പറയുന്നത്. ഏതായാലും പ്രധാനമന്ത്രിയുടെ വരവിന് മുന്നോടിയായി തന്നെ ഒരു പരാതി ഉണ്ടായിരിക്കുന്നു. ആ പരാതിയിന്മേൽ ജില്ലാ കളക്ടർക്ക് നൽകിയ പരാതിയിന്മേൽ ഇനി എന്ത് നടപടി ഉണ്ടാകുമെന്നുള്ളതാണ് അറിയാനുള്ളത്. മാത്രമല്ല, ഇത്തരത്തിൽ കൊടികൾ സ്ഥാപിക്കുന്നത് പെരുമാറ്റച്ചട്ട ലംഘനമാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുക കൂടി വേണം. അതുകൂടി ജില്ലാ കളക്ടറുടെ ഭാഗത്തു നിന്നുണ്ടായതിനു ശേഷം മാത്രമായിരിക്കും ഇക്കാര്യത്തിൽ നടപടികൾ ഉണ്ടാകുക എന്നുള്ളതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇപ്പോഴും BJPക്ക് വേണ്ടി സ്ഥാപിച്ച കൊടി തോരണങ്ങൾ അവിടെ തന്നെ നിലനിൽക്കുന്ന നിലയിലാണ് ഉള്ളത്. ശ്യാമിലി. ശരി.